ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു മാസത്തെ ലീവിന് ശേഷം വീട്ടിൽ നിന്ന് വീണ്ടും കൊൽക്കത്തയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി 1:20 ട്രെയിന്. ഞങ്ങൾ 1 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നാട്ടിലെത്തിയിട്ട് 1 മാസം പോയതറിഞ്ഞില്ല. വേഗം അങ്ങ് 1 മാസം കഴിഞ്ഞുപോയി. പിന്നെ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ മൂത്ത മോനുണ്ടായിരുന്നില്ല. അവനെ നാട്ടിൽ സ്കൂളിൽ ചേർത്തു. ട്രെയിൻ വളരെ ലേറ്റായിരുന്നു ഞങ്ങളുടേത്. എന്താ പറയുന്നത്, ഉരുട്ടി ആകെ ബോറായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സത്രഗഞ്ചി എന്നാണ് ഞങ്ങളുടെ സ്റ്റേഷൻ്റെ പേര്. അവിടെ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ ടാക്സിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാക്സിയിൽ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലേക്കാണ്. രണ്ട് മണിക്കൂർ ലേറ്റായിരുന്നു ട്രെയിൻ. അപ്പോൾ അവിടുന്ന് ടാക്സിയിലേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. വീട്ടിലെത്തി രാത്രി ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ച്, കണ്ടില്ലേ മുറ്റത്തിൻ്റെ അവസ്ഥ, ഇതെങ്ങനെ വൃത്തിയാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. പിന്നെ വൃത്തിയാക്കാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ രാവിലെ തന്നെ ചൂലുമായിട്ട് ഇറങ്ങി അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഞങ്ങളെ വീട്ടിലൊരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, അണ്ണൻ. ഇതിന് മുന്നേ എവിടെ ഒരു അണ്ണൻ പ്രസവിച്ച് 2 കുഞ്ഞുങ്ങളായിട്ട് പോയതായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ലീവ് പോയി വന്നത് അവർക്ക് വീണ്ടും വേറൊരു അണ്ണൻ കൂട് കൂട്ടിയിരിക്കുകയാണ് അവിടെയും കുഞ്ഞുങ്ങളുണ്ട്. എത്രയാണെന്നൊന്നും അറിയില്ല. അണ്ണൻ ചെറിയ കുഞ്ഞാണെന്ന് തോന്നുന്നു. പുറത്ത് വരാൻ തുടങ്ങിയില്ല. മുന്നേ പുറത്ത് വന്ന സമയത്തൊക്കെ കാണാറുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. രാത്രി എല്ലാം ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നത്. അതുകൊണ്ട് അത്ര വലിയ ജോലിയൊന്നുമില്ല. പിന്നെ മുറ്റം മാത്രമായിരുന്നു അവിടെ ബാക്കി ഉണ്ടായിരുന്നത്. അത് ക്ലീൻ ചെയ്യാൻ വലിയ ടാസ്ക്കായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ഒരു നേന്ത്രപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അതിന് എണ്ണയിലൊക്കെ വാട്ടി കഴിച്ചു. പിന്നെ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു. അതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ കൽക്കത്തയിലെ ജീവിതം ആരംഭിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കൊൽക്കത്ത വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബാക്കി വിശേഷങ്ങളുമായി പിന്നെ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. Okay, bye friends.